ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണമെന്ന് ആവശ്യപ്പെട്ട് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്കപരിഹാര കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. വിനേഷിനായി അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഓൺലൈനായി ഹാജരായേക്കും. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, രാജ്യത്തെ തന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു മത്സരിക്കാനാവില്ല വിനേഷിന് എന്നുള്ളത്. അപ്പോൾ ഇതാ ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്കപരിഹാര കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഭവ്യ, വിനേഷ് ഫോഗോട്ടിന്റെ അപേക്ഷയിൽ അപ്പീലിൽ നിന്ന് കായിക തർക്ക പരിഹാര കോടതി വിശദമായ വാദം കേൾക്കുകയാണ്. ഈ അപ്പീൽ ഇന്നലെ ഫയലിൽ സ്വീകരിച്ചിരുന്നു. അത് വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ അഭിഭാഷകരെ ഹാജരാക്കാനായി സാവകാശം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തേടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ഈ വാദം മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യം ഇന്നലെ ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഇന്നലെ ആദ്യം വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യൻ സമയം 9:30 ഈ അപേക്ഷയിൽ പരിഗണിക്കും, അതിൽ വാദം കേൾക്കുമെന്നായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഏതായാലും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഈ വാദം വിശദമായി കേൾക്കുക. ഏതായാലും 2 അപേക്ഷ വിനേഷ് ഫോഗോട്ട് നൽകിയിരുന്നു. ഇതിൽ ആദ്യത്തെ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം ഫൈനൽ കളിക്കാൻ അനുവദിക്കണം എന്നൊരാവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും അതിന് പ്രസക്തിയില്ല, കാരണം ഫൈനൽ അവസാനിച്ചിരിക്കുന്നു, അവിടെ ജേതാവിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ അപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ രണ്ടാമത്തെ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെള്ളി മെഡൽ പങ്കിടണം എന്നൊരാവശ്യമാണ് വിനേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം 2 ദിവസങ്ങളിലായാണ് ഈ ഭാരപരിശോധന നടന്നിട്ടുള്ളത്. അതിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഭാരപരിശോധന വിനേഷ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ദിവസം 49.9 ആയിരുന്നു വിനേഷ് ഫോഗോട്ടിന്റെ ഭാരം. അപ്പോൾ വെള്ളി മെഡൽ നേടിയ ക്യൂബൻ താരവുമായി വെള്ളി മെഡൽ പങ്കിടണം എന്നൊരു ആവശ്യം വിനേഷ് ഫോഗോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് സ്വീകരിക്കും കോടതി എന്നത് നിർണായകമാണ്. കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ വിനേഷ് ഫോഗോട്ടിന് പാരീസിൽ നിന്ന് വെള്ളി മെഡലായി മടങ്ങാൻ സാധിക്കും. ഏതായാലും മുതിർന്ന അഭിഭാഷകരെ തന്നെ രംഗത്തിറക്കുന്നുണ്ട് ഒളിമ്പിക് അസോസിയേഷൻ. ഹരീഷ് സാൽവെ ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ആസ്ഥാനം, ഈ തർക്കപരിഹാര കോടതിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. പക്ഷേ ഒരു അഡ്ഹോക് ഡിവിഷൻ ഇപ്പോൾ പാരീസിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരാതികൾ ഇടയാക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു അഡ്ഹോക് ഡിവിഷൻ നിലവിൽ പാരീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരിക്കും ഹരീഷ് സാൽവെ ഹാജരാവുക. നേരത്തെ BCCIയുടെ അടക്കം പല കേസുകളിലും സാൽവെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ, ഏതായാലും ചെറിയ പ്രതീക്ഷയെങ്കിലും വിനേഷ് ഫോഗോട്ടും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഭവ്യ, ചെറിയ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.